നമുക്കിന്നൊരു ഹോം ടൂർ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഹോം ടൂർ എന്ന് പറയുമ്പം ഇത് ഒന്നൊന്നര ഹോം ടൂറാണെന്നൊന്നും വിചാരിക്കണേ കേട്ടോ. അത് പിന്നെ നമ്മുടെ ഹോം ടൂറും അല്ല. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്ത് നമുക്കൊരു വീട് കിട്ടിയൊരു അവസരമായിട്ട് നമ്മൾ ബർക്കയിലുള്ളൊരു അറബീൻ്റെ വീട്ടിൽ നമുക്കൊരു മജ്ലിസ് കൂടാൻ വേണ്ടി കിട്ടിയതാണ്. നമ്മളൊരു ദുആ മജ്ലിസ് പോലെ നമുക്കൊരു അവസരം കിട്ടി. അടച്ചിട്ടിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമുക്ക് മജ്ലിസിനായിട്ട് അവർ ഫ്രീ ആയിട്ട് നമുക്ക് തുറന്നു തന്ന കുറച്ച് ഏരിയകളാണ് നമ്മളന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്നവരായതുകൊണ്ട് ഡ്യൂട്ടിക്ക് ശേഷം വെള്ളിയാഴ്ച ഈവനിങ് നമ്മളെല്ലാവരോട് ചേർന്ന് ഒരു മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ദുആ മജ്ലിസിലേക്ക് ചേരാമെന്നുള്ളൊരു നിയത്തോടുകൂടി ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഗുബ്രയിൽ നിന്ന് പുറപ്പെട്ട് നമ്മളെല്ലാവരും അങ്ങനെ പല സ്ഥലത്തുള്ളവരെല്ലാവരും ഫ്രണ്ട്സും ഇക്കാടെ ഫ്രണ്ട്സും ഫാമിലിയും ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ഗുബ്രയിൽ ഒത്തുചേർന്നതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ട് എല്ലാവരോട് ബർക്കി എത്തിച്ചേർന്നു. ബർക്കിയിൽ ഈ കാണുന്നതാണ് അവർ നമുക്കായിട്ട് തന്നിരിക്കുന്ന വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും നമുക്കായിട്ട് ഓപ്പൺ ആക്കി തന്നിട്ടില്ല. അവർ യൂസ് ചെയ്യാത്തിടമായതുകൊണ്ട് കുറച്ച് ക്ലീൻ ചെയ്ത ഏരിയകൾ മാത്രം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വിട്ടു തന്നിട്ടുണ്ട്. ഇത് സ്ത്രീകൾക്കായിട്ടുള്ള മജ്‌ലിസ് ആവാനാണ് ചാൻസ്, കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും വളരെ വിശാലമായൊരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇതിൽ കുറേ റൂമുകളുണ്ട്. ആ റൂമിൻ്റെ ഓപ്പണിങ്സ് ഒക്കെ നമുക്ക് ക്ലോസ്ഡ് ആണ്. ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അപ്പുറത്ത് ആണുങ്ങളിരിക്കുന്ന മജ്‌ലിസിൽ നിന്നും അവർ ചെയ്യുന്ന ദുആ കേൾക്കാനായിട്ടുള്ള ഒരു സ്പീക്കർ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ അവിടെ ഇരുന്ന് മക്കളുമായിട്ട് ഒത്തിരുന്ന് നമുക്ക് അവിടെ ആണുങ്ങളെല്ലാവരോട് ചേർന്ന് മജ്‌ലിസ് നടത്തുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ദുആയിൽ പങ്കുചേരാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ദുആ മജ്‌ലിസ് എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ആ കാണുന്ന ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ മജ്‌ലിസ് കാണുന്നത്. കണ്ടേ, ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ ബൗണ്ടറിയാണ്, അവരുടെ ബിൽഡിങ്ങിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാലും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ ഒരു ഏരിയയിൽ അവർ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒരു സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമൊക്കെ കാണാം. ഈ കാണുന്ന ഗേറ്റിനപ്പുറത്താണ് പൂളുള്ളത്. നമ്മൾ കുട്ടികൾക്കൊക്കെ എന്തായാലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ റൂം ആണുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു മജ്‌ലിസ് റൂമായിട്ടാണ് എനിക്ക് തോന്നിയത്. കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും അവർ ഇതിനടുത്ത് തന്നെയാണ് അവരുടെ കിച്ചൺ ഉള്ളത്. മേ ബി ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് അവർ ഒത്തുചേരുന്ന ഒരു ഇടമായിരിക്കാം. അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആണുങ്ങളെല്ലാവരും ഒത്തുചേരുന്നൊരു സ്ഥലമാകാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വിശാലമായൊരു ഹാളായിരുന്നു. നല്ല എസിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നാണ് അവർ ദുആ ചെയ്യൽ. അപ്പോൾ ഈ മൈക്കിലൂടെ നമുക്ക് അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മൈക്കിൽ അവിടെ സ്പീക്കറിൽ നമുക്ക് ദുആ കേൾക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഈ ഒരു ഏരിയയൊക്കെ കണ്ടിട്ട് കുട്ടികളൊക്കെ ആയിട്ട് നമ്മളെന്തായാലും പൂളിലോട്ട് ഇറങ്ങി. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ചെറിയ പൂളാണ്. ഇതിനിപ്പുറത്ത് തന്നെ വലിയ പൂളുണ്ട്. അവിടെ കുറച്ച് ആഴം കൂടുതലാണ്. അവിടെ നമുക്ക് വലിയവർക്ക് വേണമെങ്കിൽ ഇറങ്ങിയിരുന്ന് വെള്ളത്തിൽ ആസ്വദിക്കുകയും കളിക്കുകയും നീന്തലറിയാവുന്നതൊക്കെ. നമ്മുടെ ടീമിലുള്ള കുറേ പേർക്ക് നീന്തലൊക്കെ അറിയാമായിരുന്നു. അവരിപ്പോൾ എന്തായാലും കുറേ പേര് നീന്തി എന്തായാലും അവർ ആസ്വദിച്ചു. ഞങ്ങളെന്തായാലും ജസ്റ്റ് അവിടെ ഇരുന്ന് വെള്ളത്തിലൊക്കെ എന്തായാലും ഞങ്ങൾ ഇറങ്ങി. എല്ലാവർക്കും കിട്ടിയൊരു അവസരമല്ലേ. ഞങ്ങളെന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടി ഇറങ്ങി. എന്തായാലും ഫുള്ള് സെക്യൂറാണ്. ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തേക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും പേടിക്കണ്ട. നമ്മൾ മാത്രം സ്ത്രീകളും കുട്ടികളും മാത്രമായിട്ട് ഞങ്ങൾ ആ ഏരിയ എന്തായാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. നമുക്ക് കിട്ടിയൊരു അവസരം നമ്മൾ എന്തായാലും മാക്സിമം മുതലാക്കി കേട്ടോ. അങ്ങനെ ശേഷം ഈ ഒരു ഏരിയയ്ക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഭാഗത്ത് നമുക്ക് കുറേ കൃഷിത്തോട്ടങ്ങൾ കാണാൻ കഴിയും. കൃഷിത്തോട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് അവർ ആവശ്യമായിട്ടുള്ള കുറേ ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ. അത്തിപ്പഴം, അതുപോലെ നാരങ്ങ, പിന്നെ എനിക്ക് തോന്നുന്നു കുന്തിരിക്കമാണെന്ന് തോന്നുന്നു. കുറേ ഒരു ചെടിയൊക്കെ ഞാൻ കണ്ടു. പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ചെമ്പരത്തി, മൽബറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഈന്തപ്പഴ മരങ്ങളും മാവും ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ചിലതൊന്നും എനിക്ക് പേരറിയത്തില്ല. എന്നാലും അവർ നല്ലപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് നോക്കാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വിശാലമായിട്ടൊരു ഫുട്ബോൾ കോർട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആളുകളുള്ളൊരു വീടാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഏരിയയ്ക്ക് ഇതിന് ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയൊരു പക്ഷീനെ വളർത്തുന്ന ഏരിയയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. അവിടെ കുറേ സൈക്കിളുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ സൈക്കിളൊക്കെ മിക്കവാറും ഇവിടെയുള്ള കുട്ടികളുടെയൊക്കെ ആവാനാണ് ചാൻസ്. ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളൊരു കുടുംബം ആവാനാണ് ചാൻസ്. എന്തായാലും ഒരുപാട് ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയ ഫുൾ അവർ എന്തായാലും ഓരോ തരത്തിലുള്ള കൃഷികൾ, അതായത് ഓരോ ചെടികൾ, പഴവർഗ്ഗങ്ങൾ തന്നെയാണ് അവർ നട്ട് വളർത്തിയിട്ടുള്ളത്. തണ്ണിമത്തൻ, ഇടത് ഭാഗത്ത് ഇത് കാണുന്നത് മൽബറിയും അതിന് കീഴിൽ തണ്ണിമത്തനും ഒക്കെ വളർന്നുണ്ട്. ഇതിൽ ഈ പടർന്നു കിടക്കുന്ന തണ്ണിമത്തനാണ്. ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ നമ്മുടെ നാട്ടിൽ തല്ലിത്തേങ്ങ, ബദാങ്ക എന്നൊക്കെ പറയുന്ന സാധനമില്ല, അതൊക്കെ അവിടെ നട്ട് വളർന്നുണ്ട്. ഞങ്ങൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവർ മജ്‌ലിസൊക്കെ കഴിഞ്ഞിട്ട് ആണുങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. നല്ല ലൈറ്റ് സെറ്റപ്പൊക്കെ ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ഏരിയ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുട്ടികളും സ്ത്രീകളോടെ ചേർന്നിട്ട് ഞങ്ങൾ അകത്ത് പോയി ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിരുന്ന് അവരപ്പോഴത്തേക്ക് ആണുങ്ങൾ അവർ പൂളിൽ കളിക്കാൻ പോയ സമയത്തിന് ഞങ്ങൾ പോയ സമയത്ത് നോക്കി ഞങ്ങൾ എന്തായാലും ഇവിടെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും അവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ ഗെയിമുകളൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ പുറത്തിറങ്ങി അവർ ഫുട്ബോൾ കളിക്കാനും
ഒക്കെ തുടങ്ങി. അങ്ങനെ എന്തായാലും ഈ ഒരു ദിവസം ഞങ്ങൾ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അവരുടെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന വീട്ടിന് എന്തായാലും ഞങ്ങൾ കാരണം ദുആ മജ്‌ലിസ് കൊണ്ട് അവർക്കൊരു ബർക്കത്ത് കിട്ടുന്നത് പോലെയുമായി ഞാൻ കുറേ എൻജോയ്മെൻറ്റുമായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിരിഞ്ഞു. സമയപ്പോഴത്തേക്ക് 3 മണിയായി.